രാവിലെ തന്നെ അങ്ങ് ഓടാൻ പോവാ. രാവിലെ കാണിച്ച് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ വെയിലൊന്നും കാണാറില്ല, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, യാൻഡെക്സ്. ഇതിങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ അടിക്കാൻ തുടങ്ങും. പിന്നെ ആ ഓർഡർ അടിക്കുന്നത് ഇങ്ങനെ മാപ്പ് കറക്റ്റ് ലൊക്കേഷൻ ആയി. എല്ലാ ദിവസവും ഇറങ്ങി കഴിഞ്ഞ് ഫസ്റ്റ് പരിപാടി എന്താ പറഞ്ഞാൽ നേരെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള LPG പമ്പിലോട്ട് ഇങ്ങനെ കയറും. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് LPG ഒക്കെ അടിച്ച് കയറ്റിയിട്ടാണ് പിന്നെ പോവുക. അതായത് നമ്മുടെ കാണുന്ന നമ്മുടെ റൂം, ഇത് തൊട്ടിപ്പുറത്ത് തന്നെ പമ്പ് വരുന്നത്. അങ്ങനെ LPG അങ്ങ് അടിച്ച് കയറ്റിയിട്ടുണ്ട്, ഒരു 3 വട്ടം ഉണ്ട്. അപ്പം പിന്നെ ഇത് എന്നുകൊണ്ട് ഇങ്ങനെ ഓൺലൈനിലിടുക. അപ്പോൾ ഇതെങ്ങനെ ഓർഡർ അടിക്കുക അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടാവും. അത് നോക്കി അങ്ങ് പോയേച്ചാൽ മതി. അപ്പോൾ അതായിരുന്നു ടീംസ്. ഫസ്റ്റത്തെ ഓട്ടം തന്നെ നമുക്കൊരു 2000 കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ, ഇതെങ്ങനെ കാണിക്കും. പക്ഷെ ഇതിലെന്താ പറഞ്ഞാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് അടുത്ത ഓർഡർ അടിച്ച് ഇത് ഓക്കെ കൊടുത്ത് ഒരു 5 സ്റ്റാറിൻ്റെ കൊടുക്കാം. അത് കഴിഞ്ഞതാ അടുത്ത ലൊക്കേഷൻ ഇവിടോട്ട് പോകണം. അപ്പോൾ ഒരു 2 ട്രിപ്പ് എടുത്തു, ഒരു 3 രൂപ, 3000 അടിച്ച്. ഇനിയിപ്പോൾ ഇങ്ങനെ അടുത്ത അടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സിമ്പിൾ വർക്കാണ്, പണിയൊക്കെ സിമ്പിളാണ്. പിന്നെന്താ വെച്ചാൽ ഡ്രൈവിങ്ങിനോട് കുറച്ച് ക്രൈസുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയും, മറ്റേ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെന്ന് വെച്ചാൽ അത്രയും നല്ലത്. എന്നാൽ പിന്നെ കണ്ണും പൂട്ടി പറയാൻ ഇവിടെ നിന്ന് സമ്പാദിക്കാൻ പറ്റും. സ്വന്തമായിട്ട് കാറില്ലെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ഈ റെന്റിന് വണ്ടി എടുക്കുമ്പോൾ ആഴ്ചയിൽ റെന്റ് കൊടുക്കണം, അത് ടാസ്ക്കാണ്. നമ്മൾ കിട്ടുന്നത് അപ്പോൾ പിന്നെ കയ്യിലൊന്നും അധികം കാണില്ല. റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ 50,000 മേലെ റെന്റ് കൊടുക്കണം. നാട്ടിലത്തെ 50,000 മേലെ റെന്റ് വരും ഒരു മാസം. ആഴ്ചയിലെ കൊടുക്കേണ്ടത്. പക്ഷെ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയും 50,000 നമ്മൾ എടുക്കുന്ന കാരണം അനുസരിച്ചാണ്, അങ്ങനെ ആയി പോവും. പിന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, എടുക്കട്ടെ. ഓ അടുത്തതും കറക്കാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമിയിലോട്ട് വരാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ, ഡ്രൈവിങ്ങിലോട്ട് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ, സ്വന്തമായിട്ടൊരു കാർ എടുക്കാനുള്ള ഫണ്ട് കൂടിയും കയ്യിൽ എങ്ങനെയും കരുതുക. ഇതിപ്പോ കുഴപ്പമില്ലാത്തൊരു കാർ എടുക്കാൻ ചിലപ്പോൾ ഒരു 3-3.5 ലക്ഷം ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കാർ കിട്ടും. അതുണ്ടെന്ന് വെച്ചാൽ ആ കാർ എടുത്ത ഫണ്ട് എങ്ങനെയും ഒരു 4-5 മാസത്തിനുള്ളിൽ ഫുള്ള് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളത് കിട്ടും എന്തായാലും കാർ ഓടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ റെന്റിന് എടുത്താലൊന്നും ചിലപ്പോൾ നമുക്ക് മുതലായിന്ന് വരില്ല. റെന്റിന് എടുത്താൽ നമുക്ക് ചിലപ്പോൾ കയ്യിലൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.